നമ്മുടെ സമൂഹം ഒരു ക്രമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ക്രമത്തിൽ ഇപ്പോൾ ഒരു അതിസമ്പന്നനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മകൾക്കോ അല്ലെങ്കിൽ മകനോ ഒക്കെ വിവാഹ സമ്മാനം എന്നുള്ള രീതിയിൽ അയാൾക്ക് ആ സമയത്ത് ഇഷ്ടംപോലെ ചിലവാക്കാനോ അല്ലെങ്കിൽ പിന്നെ അണിഞ്ഞൊരുങ്ങി നിൽക്കാനുള്ള സ്വർണ്ണം ഇതൊക്കെ അവരവരുടെ റൈറ്റാണ്, കൈ കാശുള്ളവന് അവരവരുടെ റൈറ്റാണ്. പക്ഷേ അത് നമുക്ക് നിവർത്തിയില്ലാത്ത ഒരാൾ ഇതിങ്ങനെ ഇവർ കാണിക്കുന്നത് കഷ്ടമായി വരികയും നിവർത്തിയില്ലാത്ത ആൾക്കാർ ഇതിനെ അനുകരിച്ചുകൊണ്ട് നമ്മൾ ഈ സമൂഹത്തിൽ ഇത് സമൂഹ വ്യവസ്ഥയാണെന്നുള്ള മട്ടിൽ ഇതിൽ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ അപകടത്തിലേക്ക് വരുന്നത്. അവിടെ ഈ സ്വർണം എന്ന് പറയുന്നുള്ള ഈ ലോഹം അഫോർഡബിളായിട്ടുള്ളൊരു ലോഹമല്ല. അത് ഇപ്പം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് 40 രൂപയായിരുന്നു. ഇത് കൺസീവ് ചെയ്യുന്ന സമയത്ത് എത്ര ആണെന്ന് പോലും അറിയത്തില്ല. അത് കഴിഞ്ഞ് ഷൂട്ടിങ് കഴിയുമ്പോൾ അന്ന് അതെ 2006 5000 രൂപ കൊണ്ട് കിടന്നതാണ്. നോവലിൻ്റെ അകത്ത് നോവൽ അന്ന് 2006 സമയത്താണ്. ഇനി 1 വർഷം കൊണ്ട് 6000-ന് മേളിലായി. അത് പിന്നെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ 40, തീരുമ്പോൾ 50, ഡബ്ബിങ് കഴിയുമ്പോൾ വീണ്ടും പിന്നെ ബേസിൽ തിരുത്തി 65 60 ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ അത് 65 ആക്കി. അത് ബാക്കി പണിക്കൂലി എന്നൊക്കെ പറയുന്നത് ഒരു അവ്യക്തമായ കാര്യമാണ്. എത്രയാണ് ഒരു സ്വർണത്തിൻ്റെ അതൊരു അവ്യക്തമായ കാര്യം. ഇതെല്ലാം കൂടെ ചേർത്ത് 70-75,000 രൂപയും വെച്ചിട്ട് ഒരു പവൻ സ്വർണം. അപ്പോൾ ഒരു ഇത്രയെങ്കിലും 10 പവനെങ്കിലും ഇല്ലാതെ എങ്ങനെ ഇറക്കി വിടുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ സമൂഹ വ്യവസ്ഥയിലുണ്ട്. അത് അനാവശ്യമാണ് എന്നുള്ളൊരു സംഗതിയാണ്. മറ്റതിപ്പം നമ്മളിപ്പം സ്ത്രീകരണം നാളെ രാവിലെ നിരോധിക്കണം എന്നുള്ള ഒരു ഇതല്ല ഇതിൻ്റെത്. അത് പിന്നെ പണമുള്ളവർ തമ്മിലുള്ള ട്രാൻസാക്ഷനും ഇതിനെ സ്ത്രീധനമായിട്ട് കാണാതിരുന്നാൽ മതി. സ്ത്രീധനമായിട്ട് കാണാതിരിക്കാതെ അവരുടെ കുടുംബം കൊടുക്കുന്ന സംഗതികളും ഇപ്പം ഒരാൾ ഇപ്പം ഇതുണ്ടല്ലോ, നീ പോയി ഇപ്പം KFC പോയി ചിക്കൻ കഴിക്കുക എന്ന് പറയുന്നത് പോലെ അല്ലോ സാധാരണ രീതിയിലുള്ള ഒരാൾ പറയും അതിനനുസരിച്ചുള്ള നീ അപ്പുറത്തെ ചായക്കടയിൽ പോയി രണ്ട് അപ്പവും ഒരു മുട്ടക്കറിയും വാങ്ങിച്ച് കഴിക്കും എന്ന് പറയുന്നത് പോലുള്ള വ്യത്യാസമാണല്ലോ ഈ സാധനം. ഇതൊരു വ്യവസ്ഥയാക്കി മാറ്റി ഈ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അവരങ്ങനെ ഉള്ളതുകൊണ്ട് 10 പവൻ ഉണ്ടെങ്കിലേ ഇവിടെ ഒരു വിവാഹം നടക്കത്തുള്ളൂ എന്നുള്ള കണ്ടീഷൻ അറേഞ്ച്ഡ് മാരേജ് നടക്കത്തുള്ളൂ. അപ്പം പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർ അതിനെയൊക്കെ അതിലംഘിച്ചുകൊണ്ട് പിന്നെ അവരുടേതായ പ്രണയിതാവിനെയൊക്കെ കണ്ടെത്തുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ എത്ര ശതമാനമാണ്? അതിനെയൊക്കെ ലംഘിക്കാൻ കപ്പാസിറ്റിയുള്ള ചെറുപ്പക്കാർ ഒരുപാട് ലംഘിക്കുന്നുണ്ട്. അതിന് തക്ക രീതിയിൽ പറ്റാത്ത അല്ലെങ്കിൽ മാനസികമായ രീതിയിൽ പുറത്തിറങ്ങിപ്പോയി പറ്റാത്ത ആൾക്കാരാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്നുപെടുന്നത്. അവരൊട്ടും കുറവല്ല താനും കേരളത്തിൽ. നമ്മൾ ഈ നഗരങ്ങളിലൊക്കെ മാത്രമേ ഇത്രയും വളരെ ബോൾഡായിട്ടുള്ള പിന്നെ പെൺകുട്ടി ചെറുക്കൻ എന്നൊക്കെ പറയുന്നത് കാണുന്നു. നാട്ടുമ്പുറങ്ങളിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും പഴയ പോലൊക്കെ തന്നെയാണ് അവസ്ഥ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.